മുട്ടത്തറയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറണമെന്ന ആവശ്യവുമായി ലത്തീൻ അതിരൂപത. ഫ്ളാറ്റ് നിർമ്മാണം വേഗത്തിലാക്കണമെന്നും തിരുവനന്തപുരം അതിരൂപത ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയത്. 15 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഫെബ്രുവരിയിൽ കരാർ കാലാവധി അവസാനിച്ചിരുന്നു. മൺസൂണിന് മുൻപ് താക്കോൽ കൈമാറണമെന്നാണ് അതിരൂപതയുടെ ആവശ്യം. അതിൽ പാലോട് വിവരങ്ങളുമായി ആദ്യം പ്രതികരണത്തിലേക്ക്. താക്കോൽ കൈമാറണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹവും. അപ്പോൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ ആശങ്കയും ഉളവാക്കുകയാണ്. എത്ര കാലം എടുക്കും എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ പട്ടിണിയുണ്ട്, പിന്നെ വാടക കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ദരിദ്രനായി മാറുന്നു, പാവപ്പെട്ടവനായിട്ട് തന്നെ ഇരിക്കുന്നു. അവരുടെ ഒരു പുരോഗതിക്ക് സർക്കാർ എത്രയും വേഗം വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സ്ഥലവും വേണം, ഒരു കിടപ്പാടവും വേണം. ഇപ്പോൾ സിറ്റിയിൽ സ്ഥലം വാങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർപ്പിടവും ഒരു സ്ഥലത്ത് സർക്കാർ തന്നെ കണ്ടെത്തി ഒരു പാർപ്പിടം വെച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതമായിരിക്കും. അടുത്ത മഴ സീസൺ വരുന്നതിന് മുമ്പ് അവർ താക്കോൽ കൈമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിൽ പാലോട് വിവരങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫ്ളാറ്റ് നിർമ്മാണം വേഗത്തിലാക്കണം എന്നാണ് ഇപ്പോൾ സഭ പ്രതികരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നിർമ്മാണം ഏത് ഘട്ടത്തിലാണ്? രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞം തുറമുഖ സമരം അവസാനിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒത്തുതീർപ്പ് വ്യവസ്ഥയായിരുന്നു കടലേറ്റം മൂലം വീടുകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ളത്. അങ്ങനെ മുട്ടത്തറയിൽ ഭൂമി കണ്ടെത്തുകയും നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. 15 മാസത്തിനുള്ളിൽ ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറും എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ അതിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനമാകാതെ അനിശ്ചിതമായി തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. കഴിഞ്ഞ ഫെബ്രുവരി മാസം താക്കോലുകൾ കൈമാറാനാകും എന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നതും പ്രഖ്യാപിച്ചിരുന്നതുമാണ്. പക്ഷേ വീണ്ടും ഊരാളുങ്കലിനാണ് ഇതിൻ്റെ കരാർ ചുമതല, ടെൻഡർ നൽകിയിരിക്കുന്നത്. ഈ ടെൻഡറിൻ്റെ കാലാവധി വീണ്ടും 2-3 മാസത്തേക്ക് കൂടി നീട്ടിക്കൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ലത്തീൻ അതിരൂപതയുടെ പ്രതികരണം വരുന്നത്. അടിയന്തരമായി പണികൾ പൂർത്തീകരിച്ച് താക്കോലുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറണം എന്ന ആവശ്യമാണ് ലത്തീൻ അതിരൂപത മുന്നിൽ വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ മുതലപ്പൊഴി അവിടെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട പല ഒത്തുതീർപ്പ് വ്യവസ്ഥകളും കൃത്യമായി സർക്കാർ പാലിക്കുന്നില്ല എന്ന ആക്ഷേപം സഭയ്ക്കുള്ളിലുണ്ട്. അതിനൊപ്പമാണിപ്പോൾ മൺസൂണിന് മുമ്പ്, കാലവർഷത്തിന് മുൻപ് അടിയന്തരമായി പണികൾ പൂർത്തീകരിച്ച് താക്കോലുകൾ മത്സ്യത്തൊഴിലാളികൾ കൈമാറണമെന്ന ആവശ്യവുമായി ലത്തീൻ അതിരൂപത രംഗത്തെത്തിയിരിക്കുന്നത്. സ്മൃതി, അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.